സ്വാഗതം. ഒരിക്കൽ കേരളത്തിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ച മതവിഭാഗമായിരുന്നു ജൈനമതം. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ക്രിസ്തുമതം കേരളത്തിൽ എത്തുന്നതിനും വളരെ മുൻപ് തന്നെ ജൈനമതം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പറയാം. പക്ഷേ 8-ാം നൂറ്റാണ്ടോടുകൂടി ഇതിന്റെ ശക്തി ക്ഷയിക്കുകയും പല ക്ഷേത്രങ്ങളും ഇല്ലാതാവുകയും ചെയ്തു. എന്നാലും ഇപ്പോഴും കേരളത്തിൽ ചിലയിടങ്ങളിൽ ജൈന ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ പ്രശസ്തമായ 5 ജൈന ക്ഷേത്രങ്ങൾ പരിചയപ്പെടാം. അനന്തനാഥ സ്വാമി ക്ഷേത്രം. വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്നും 6 കിലോമീറ്റർ അകലെ പുളിയാർമലയിൽ സ്ഥിതി ചെയ്യുന്ന അനന്തനാഥ സ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രശസ്തമായ ജൈന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കാപ്പിത്തോട്ടങ്ങളാൽ ചുറ്റിയ കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ച ഏറെ മനോഹരമാണ്. ബുദ്ധമത വിശ്വാസികളെ കൂടാതെ പുരാതന വാസ്തുവിദ്യയിൽ താല്പര്യമുള്ളവരും ഇവിടെ എത്താറുണ്ട്. ദ്രാവിഡ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം 14-ാം തീർത്ഥങ്കരനായ അനന്തനാഥനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ജൈനമേട് ജൈന ക്ഷേത്രം. പാലക്കാട് നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെ ജൈനമേട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ജൈനക്ഷേത്രം 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ജൈനമതം ഇപ്പോഴും നിലനിൽക്കുന്ന ഇവിടുത്തെ ക്ഷേത്രത്തിലെ കരിങ്കൽ മതിലുകളിൽ യാതൊരുവിധ കൊത്തുപണികളും ഇല്ല. ഇതിന് സമീപമുള്ള ഒരിടത്ത് വെച്ചാണ് കുമാരനാശാൻ തന്റെ വീണപ്പൂവ് എഴുതിയതെന്നാണ് കരുതപ്പെടുന്നത്. ധർമ്മനാഥ് ജൈനക്ഷേത്രം. നിർമ്മാണത്തിലും രൂപകൽപ്പനയിലും ഏറെ വ്യത്യസ്തവും ആകർഷകവുമാണ് കൊച്ചി മട്ടാഞ്ചേരിയിലെ ധർമ്മനാഥ ജൈനക്ഷേത്രം. മനോഹരമായ മാർബിൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന തൂണുകളിലും ചുവരുകളിലും മുഴുവൻ കൊത്തുപണികളും അലങ്കാരങ്ങളും കൊണ്ട് സമ്പന്നമാണ് എന്ന് പറയാറുണ്ട്. ആലപ്പുഴയിലെ ജൈനക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ഏക ജൈനക്ഷേത്രമായ ആലപ്പുഴ ജൈനക്ഷേത്രം കാഴ്ചയിലും നിർമ്മിതിയിലും ഏറെ മനോഹരമാണ്. രാജസ്ഥാനിൽ നിന്നുള്ള കല്ലുകളും വെളുത്ത മാർബിളും ഉപയോഗിച്ച് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ മുകളിലായി മകുടം പോലെയൊരു സൃഷ്ടിയുമുണ്ട്. മറ്റൊരു ജൈനക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ളൊരു മകുടം കാണാൻ സാധിക്കില്ല. ജൈനമതത്തിലെ 4 തീർത്ഥങ്കരന്മാർക്കായിട്ടാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി ജൈനക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈനക്ഷേത്രമാണ് 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതുന്ന സുൽത്താൻ ബത്തേരിയിലെ ജൈനക്ഷേത്രം. വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്തെ നിർമ്മാണ ശൈലികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൊത്തുപണികളുള്ള തൂണുകൾ ഇവിടെ കാണാൻ സാധിക്കും. കരിങ്കൽ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഒരു ആരാധനാലയവും പിന്നീട് വ്യാപാര കേന്ദ്രവുമായിരുന്ന ഇവിടം 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ ആക്രമിച്ചതായും ചരിത്രത്തിൽ പറയുന്നു. കട്ടൽമാടം ക്ഷേത്രം. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ഗുരുവായൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കട്ടൽമാടം ക്ഷേത്രം. പാതയിൽ നിർമ്മാണം നിർത്തിയ ഒരു ക്ഷേത്രത്തിന്റെ രൂപത്തോടെയാണ് ഇതിന് ഏറെ സാമ്യം. പല്ലവ പാണ്ഡ്യകാലത്തെ നിർമ്മാണ ശൈലിയോട് സാമ്യം തോന്നുന്ന രീതിയിൽ കേരളത്തിൽ ആദ്യം നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. 9-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിലായി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ചതുരാകൃതിയിൽ അടിത്തറയുള്ള ഈ ക്ഷേത്രത്തിന് ഒരു പിരമിഡിന്റെ രൂപത്തോടാണ് സാമ്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ DN24 സബ്സ്ക്രൈബ് ചെയ്യുക.